കോട്ടന്റെ പാനൽ കട്ട് അനാർക്കലി ആയാലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് വന്നിരിക്കുന്ന 3 കളർ ഷെയ്ഡിലേക്കുള്ള പാനൽ കട്ട് അനാർക്കലി ആട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടൊരു യെല്ലോ കളറിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ ദുപ്പട്ടയും കൂടി ഈ ഒരു സെയിം ടോപ്പിന്റെ ഫാബ്രിക് തന്നെയായിരുന്നു. അത്രയും നല്ല സോഫ്റ്റ് പഞ്ഞിക്കട്ട പോലത്തെ ഫാബ്രിക് ആട്ടോ. അപ്പോൾ അതിന്റെ നമ്മൾ ദുപ്പട്ടയൊക്കെ ആ സെയിം ഫാബ്രിക് വന്നപ്പോഴത്തേനും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ദുപ്പട്ട നമ്മൾ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് ചെയ്തേക്കുന്നത്. ബോട്ടവും കോട്ടൺ ഫാബ്രിക്കിലേക്ക് തന്നെ. ഇതിന്റെ ടോപ്പ് സെയിം തന്നെ ആട്ടോ. അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ആണ്. അതിന്റെ ഐറ്റംസ് ഇപ്പോൾ കിട്ടിയ കസ്റ്റമേഴ്സിന് അറിയാതെ അതിന്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ 16 പാനൽസിന്റെ അനാർക്കലിയാണ്. നല്ല ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള ഐറ്റം. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ പ്രൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റി 1790 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലേക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഷെയ്ഡ് ഒരു പിങ്ക് കളറിലേക്ക്. നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ആൻഡ് ഒരു ബ്ലൂയിഷ് ഗ്രേ കോമ്പിനേഷനിലേക്കാട്ടോ. അപ്പോൾ ഇതിന്റെ കുറച്ചുകൂടെ ക്ലോസർ വ്യൂവിനകത്ത് നിങ്ങൾക്ക് ആ ഒരു ചെക്ക് പാറ്റേൺ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൽ തന്നെ സെൽഫായിട്ട് തന്നെ വന്നേക്കുന്ന ഒരു ഡിസൈനും കൂടെയാണ്. അടിപൊളിയായിട്ട് ലൈറ്റ് ഇതിന്റെ ഫാബ്രിക് ആട്ടോ. ഇതിന്റെ ഏറ്റവും പ്രീമിയം ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് പറയാം. 16 പാനൽസിന്റെ അനാർക്കലി എന്ന് പറയുമ്പോൾ അറിയാം അത്രയും സൂപ്പർ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. ഞാനിപ്പോൾ ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ടോപ്പ് വന്നേക്കുന്നത് ഇത് 1 സൈഡ് പോക്കറ്റ് ഒക്കെ ആയിട്ടാണ്. നല്ല സൂപ്പർ ഫിറ്റിംഗിലേക്ക് ബോട്ടം ഉണ്ട് കേട്ടോ. ഇതിന്റെ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ബോട്ടത്തിന്റെ പാച്ച് തന്നെ ഇതിന്റെ സ്ലീവിന്റെ എൻഡിലേക്ക് വി നെക്കിന്റെ ആ ഒരു നെക്ക് ലൈനിലേക്ക് ഹെം ഏരിയയിലേക്ക് അടിപൊളിയായിട്ട് വന്നേക്കുന്ന പാറ്റേൺ. നെക്സ്റ്റ് വന്നേക്കുന്ന യെല്ലോ ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷനിലേക്കാട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതല്ല, അതിന്റെ അത്രയും ഫീൽ ഒന്നും ഇല്ല, എന്നാൽ പോലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും ചെയ്തേക്കുന്ന ഡിഫറെന്റ് ഫാബ്രിക്കിനകത്തോണ്ട് തന്നെ ചെറിയൊരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇത് കുറച്ചും കൂടി ഒരു വൈറ്റ് ആണ്. ഇതിനകത്തേക്ക് യെല്ലോ കളറിലെ ഫ്ലോറൽ പ്രിന്റുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ഒരു യെല്ലോ ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ പ്രിന്റുകളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് കേട്ടോ.